കലൂരിലെ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി. കണ്ണു തുറന്ന മക്കൾക്ക് പുതുവത്സരാശംസകൾ നേർന്നുവെന്നും ചോദ്യങ്ങളോട് പ്രതികരിച്ചുവെന്നും ഡോക്ടർമാർ പറഞ്ഞു. തൽക്കാലം ഉമാ തോമസ് വെന്റിലേറ്ററിൽ തുടരും. ഹാപ്പി ന്യൂ ഇയർ. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് മാഡത്തിൻ്റെ വായേന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ. ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല, വിസ്പറിംഗ് ആയിരുന്നു, മംബ്ലിംഗ്. ഹാപ്പി ന്യൂ ഇയർ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്. ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്, ബെറ്ററാണ്. സൈഫിനിസ് ആലിയാർ വിവരങ്ങളുമായി. സൈഫിനിയാസ്, ആ പ്രതീക്ഷയുടെ വിവരങ്ങൾ തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നത് ഇപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ ആണ് എന്നതിൻ്റെ സൂചനയാണല്ലോ ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചിരിക്കുന്നു മക്കളോട് എന്നുള്ളത്. അപ്പോൾ ന്യൂ ഇയർ ആണ്, ആ ദിവസങ്ങൾ ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ലങ്സിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്? ലങ്സിനെ കുറിച്ചാണ് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നത്. വെന്റിലേറ്ററിൽ ഇനി എത്ര ദിവസം തുടരണം എന്നതിലൊരു വ്യക്തതയുണ്ടോ? സ്മൃതി, ഇപ്പോൾ 4 ദിവസമായി ഉമാ തോമസ് എംഎൽഎ വെന്റിലേറ്ററിലാണ്. 2 ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരും. കാരണം സ്വയം സാധാരണഗതിയിൽ തനിയെ ശ്വസിച്ചു തുടങ്ങാൻ കഴിയുന്നത് വരെ വെന്റിലേറ്ററിൽ തുടരാനാണ് തീരുമാനം. ഇന്ന് രാവിലെ കണ്ണു തുറന്നു, ഇന്നലെയും രാവിലെ കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചിരുന്നു. ഇന്നലെ ബ്രെയിൻ്റെയൊക്കെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുകയാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുതന്നെയാണ് ഇന്നും പറഞ്ഞത്. ഇന്ന് മകൻ വിവേക് മുറിയിൽ കയറി ഉമാ തോമസ് എംഎൽഎ കണ്ടു. അപ്പോൾ അമ്മയോട് ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞപ്പോൾ തിരിച്ച് ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞു. അത് വലിയ ശബ്ദത്തിലോ അല്ലെങ്കിൽ നേരിയ തോതിൽ ചുണ്ടനക്കിക്കൊണ്ടാണ് പറഞ്ഞത്. എങ്കിൽ പോലും ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേദന ഉണ്ട് എന്ന് പറഞ്ഞു. നെഞ്ചിൻ്റെ ഇരുഭാഗത്തും വേദനയുണ്ട്. ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിൽ പക്ഷേ കൂടുതൽ വഷളാവുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരിയ പുരോഗതി എന്ന് തന്നെ പറയാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. വെന്റിലേറ്റർ സഹായം തുടരേണ്ടി വരും. ഇപ്പോൾ ഈ വേദന സംഹാരികളായ മരുന്നുകളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് ഈ നെഞ്ചിലെ വേദന മാറുവാനായി. ഈ വാരിയെല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിലേക്ക് തറച്ചു കയറിയതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. അത് കുറച്ച് നാളെടുത്താണ് അത് ഹീൽ ചെയ്യുള്ളൂ. കാരണം ഒരു ഫാസ്റ്റ് റിക്കവറി എന്ന് പറയാൻ കഴിയില്ല. റിക്കവറി ഉണ്ടാകും, അത് എത്ര വേഗത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലെന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഇവിടുത്തെ റിനെ മെഡിസിറ്റിയിലെ ഈ ഉമാ തോമസ് എംഎൽഎ ചികിത്സിക്കുന്ന ഡോക്ടർമാരും തമ്മിൽ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ഇപ്പോൾ നൽകുന്ന മരുന്നുകളും ഒപ്പം തന്നെ ചികിത്സയും എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്നും അതിൽ സംതൃപ്തി ഉണ്ട് എന്നുമാണ് സർക്കാർ നിയോഗിച്ച ടീമും വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ചികിത്സ തുടരുക തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലുമാണ് ഡോക്ടർമാരുള്ളത്. ശരി, സൈഫിനിസ് ആലിയാറാണ് പ്രതീക്ഷയുടെ വിവരങ്ങൾ നൽകുന്നത്.